Yes, guys. So we're going to start our today's discussion. നമ്മുടെ ഒരു സെഷൻ ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന എക്സാമിനേഷന്റെ ഡിഫറെന്റ് ടാക്ടിക്സ് പറഞ്ഞു തരുന്ന സെഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു റെസ്പോൺസ് വേണം. ഗിവ് മി ഗുഡ് ഇന്ററാക്ഷൻ ഫ്രം യുവർ സൈഡ് ഗൈസ്, സോ ദാറ്റ് ഐ വിൽ ബി ഹാവിംഗ് സർട്ടൻ വെരി ഇമ്പോർട്ടന്റ് ടാക്ടിക്സ് ആൻഡ് എക്സ്പീരിയൻസ് ഷെയറിംഗ് അലോങ് വിത്ത് ദ സെയിം. സോ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ കാര്യങ്ങളും റെലവൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ എക്സാമിനേഷന്റെ കോർ ഏരിയാസിലോട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഒരു അപ്രോച്ച് എടുക്കാനുണ്ട്. അപ്രോച്ച് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇന്നത്തെ ടോപ്പിക് കൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 100 ടോപ്പിക്കുകൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഓരോ ഏരിയയിൽ നിന്നും ചോദിക്കുന്ന ഭാഗങ്ങൾ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങളുടെ ഒരു ഡിസ്കഷൻ ആയിരിക്കും നടക്കുന്നത്. സോ വെൽക്കം ടു ക്രിസ്റ്റൽ ഗൈസ്. ഇതിൽ നമ്മുടെ ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, അതുപോലെ പുറത്തുനിന്ന് ചെയ്തിരിക്കുന്ന സം അതർ സ്റ്റുഡൻസ് വിൽ ഓൾസോ ബി ദെയർ. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ ക്രിസ്റ്റലിനെ ഒന്ന് പരിചയപ്പെടുത്താം. കഴിഞ്ഞ 5 നെറ്റ് എക്സാമിനേഷന്റെ ഭാഗമായിട്ട്, അതായത് കഴിഞ്ഞ 2.5 വർഷത്തിന്റെ ഇടയിൽ 200+ റിസൾട്ട് UGC നെറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ക്രിസ്റ്റൽ. അതിൽ തന്നെ നമ്മളുടെ ഒരു പ്രീമിയം കോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ബാച്ച് നടക്കുന്നത് ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഹിസ്റ്ററി. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ കൊമേഴ്സ്, മലയാളം, അതിന്റെയൊക്കെ റെക്കോർഡ് സെഷൻ ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിട്ട് കൊടുക്കുകയും അതിന്റെ കൂട്ടത്തിൽ പേപ്പർ 1 ലൈവ് ആയിട്ട് കൊടുക്കുന്ന സ്ഥാപനമാണ്. ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും നല്ലൊരു സക്സസ് റേറ്റ് ഉള്ള സ്ഥാപനം കൂടിയാണ് നമ്മുടെ ക്രിസ്റ്റൽ. ലൈക്ക് 2024 ഡിസംബർ സൈക്കിൾ റിസൾട്ടിന്റെ പോസ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 30 സ്റ്റുഡൻസ് പരീക്ഷ എഴുതിയതിൽ 18 സ്റ്റുഡൻസിന് നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിന് വളരെ റെലവൻസ് നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾക്ക് ക്രിസ്റ്റലിനെ കാണാം. അതുകൊണ്ട് തന്നെ നെറ്റ് എക്സാമിനേഷൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ആയിരിക്കും. കൂട്ടത്തിൽ 2 പോയിന്റോടെ പറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരികയാണ്. അതായത് ഹിസ്റ്ററി ചൂസ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണ് നമ്മുടെ അടുത്ത 2 പ്രോഗ്രാംസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ എത്ര പേര് ഡിസംബർ 2025 സൈക്കിൾ എക്സാമിനേഷൻ എഴുതുന്നുണ്ട് എന്നുള്ളത് നോക്കുന്ന സമയത്ത് യു ഗോ വിത്ത് ദിസ് ഹിസ്റ്ററി മാരത്തൺ പ്രോഗ്രാം. നെക്സ്റ്റ് വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പ്രോഗ്രാമാണ് ഹിസ്റ്ററി മാരത്തൺ. മാരത്തണിന്റെ റെലവൻസും കാര്യങ്ങളൊക്കെ ഇൻവിറ്റ് ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കേണ്ടത്. ഹിസ്റ്ററി മാരത്തണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു 11-12 ലൈവ് സെഷനിലോടുകൂടെ ഈ നെറ്റ് ഹിസ്റ്ററി സബ്ജക്റ്റിൽ കുറച്ച് ഇൻഡെപ്ത് ടോപ്പിക്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇന്നത്തെ അനാലിസിസ് പറയുന്ന സമയത്ത് മനസ്സിലാവും. ആ ഇൻഡെപ്ത് ടോപ്പിക്കുകളിലൂടെ കവർ ചെയ്യപ്പെടുന്നതാണ് നമ്മളുടെ മാരത്തൺ സെഷൻ. അപ്പൊ അത് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കോഴ്സിൽ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസിന് അത് ഫ്രീ ആണ്. അതേ സമയത്ത് പുറത്തുനിന്നുള്ള സ്റ്റുഡൻസിന് അതിലോട്ട് ജോയിൻ ചെയ്യാം. അതിന് ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, മനസ്സിലാവും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഗ്രാമാണ്, നിങ്ങൾ ഇനി ആരെങ്കിലും ജൂൺ സൈക്കിളിലോട്ട്, അതായത് 2026 ജൂൺ സൈക്കിളിലോട്ടാണ് ഫോക്കസ് നൽകുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഹിസ്റ്ററിയുടെയും പേപ്പർ 1ന്റെയും ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾ ജൂൺ 2026 ആ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ആ എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് PhD ഓൺലൈൻ ഉണ്ട്, നെറ്റ് ഉണ്ട്, JRF ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ക്യാഷ് തിരികെ നൽകും എന്ന് പറയുന്ന ഒരു ബാച്ച് കൂടിയാണ്. അപ്പൊ അത്രമാത്രം ഒരു മെന്റർഷിപ്പ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഡെഡിക്കേറ്റഡ് ബാച്ചാണ് വരുന്നത്. അത് നമ്മൾ നവംബർ 3rd വീക്കിലാണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അറിയിച്ചു എന്ന് മാത്രം. ഇതിനുശേഷം ഇന്നത്തെ പ്രോഗ്രാമിലോട്ട് വരികയാണ്. പ്രോഗ്രാമിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അണ്ടർസ്റ്റാൻഡിങ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ സബ്ജക്റ്റ് ആണ്. മലയാളം പോലെ അല്ലെങ്കിൽ ഒരു റീജിയൻ ലാംഗ്വേജ് പോലെയുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഈ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നത് കേരളത്തിൽ ഏകദേശം 30,000 സ്റ്റുഡൻസ് ആണ് ഓരോ നെറ്റ് എക്സാമിനേഷനും അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ 30,000 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്നതിൽ തന്നെ ഏകദേശം ഒരു 1200 മുതൽ 1600 വരെയുള്ള ഒരു റേഞ്ച് അത് ഹിസ്റ്ററിക്കാരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ 1000 എബോവ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, 1000 എബോവ് സ്റ്റുഡൻസ് ഹിസ്റ്ററി മാത്രമായിട്ട് കേരളത്തിൽ നിന്ന് അപ്പിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ നെറ്റ് എക്സാമിനേഷനും JRF ഒക്കെ ക്വാളിഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം ദാറ്റ് ഈസ് ലെസ് ദാൻ 100 ആണ്. അപ്പോ ആ ഒരു പ്രൊപ്പോർഷൻ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ വലിയൊരു വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സെഷനിൽ ഒരു 10-40 പേര് ലൈവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ 40 പേര് അടുത്തൊരു എക്സാമിനേഷനോ അല്ലെങ്കിൽ ജൂൺ എക്സാമിനേഷനോ ഏതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നിങ്ങൾ കൊടുക്കുന്നില്ലേ? നിങ്ങൾ ഓരോ പ്രാവശ്യം നെറ്റ് എക്സാമിനേഷന്റെ ഓരോ സൈക്കിളിലും നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും.
കഴിഞ്ഞ ജൂണായി, അടുത്ത ഡിസംബറായി, അടുത്ത ജൂണായി, ഇത് ഡിസംബറായി, അങ്ങനെ ജൂൺ ഡിസംബർ സൈക്കിളിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ആ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷന് ടാക്ടിക്സ് എന്ന രൂപത്തിലോട്ട് ചില പ്രധാനപ്പെട്ട ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള സെഷനായിട്ട് മുന്നോട്ട് പോകാനും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നെറ്റ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ യു ഹാവ് ടു പ്രിപ്പയർ. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് 3 മെത്തേഡ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാത്രം എടുത്തിട്ട് ഇത് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അനുഭവങ്ങളും അറിവുകളും നമുക്ക് ഉണ്ടാകും. പക്ഷെ അവിടെ നമുക്ക് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ടേംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓ അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് ഒരു ടേം ചോദിക്കാം. ആ ടേം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുന്നവർ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യും. അല്ലാത്തൊരു വെറുതെ നോക്കിയിരുന്നാൽ മതി. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. പക്ഷെ ആക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർ ജസ്റ്റ് ഡു കമന്റ്. ഐ വിൽ ബി ആസ്കിംഗ് വൺ വെരി ഇമ്പോർട്ടന്റ് ടെർമിനോളജി. ദാറ്റ് ടെർമിനോളജി ഇസ് ലൈക്ക് ദിസ് വൺ. ഞാൻ ടേം ആണ് പറയാ, ആ ടേം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് നോക്കട്ടോ. ലെറ്റ് മീ ട്രൈ ടു റൈറ്റ് ഹിയർ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. യെസ്, ഫൈൻ. ഓക്കെ, ഐ എം ജസ്റ്റ് റൈറ്റിംഗ് വൺ പെർട്ടിക്കുലർ ടെർമിനോളജി ഹിയർ. ഇത് എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് comment in the chat box. Is read like Daroga. Daroga. അറിയുന്നവരൊന്ന് comment ചെയ്യേ. What is that? Daroga. Please use the chat box. പറയുന്നത് ഹർഷിത വെരി ഗുഡ്. രജിത രാജു ഹാഫ് വെരി ഗുഡ്. എന്താണെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ ചെറിയൊരു ടേം കൊണ്ടുവന്നു. ഒരു ദരോഗ ഇസ് ലൈക്ക് എ ഓഫീസർ, ഒരു ഓഫീസറാണ്. പക്ഷെ റിലേറ്റഡ് ടു വാട്ട് ഫങ്ഷണറി ഈസ് ഗോയിങ് ടു ഡു എന്നുള്ള ചോദ്യം. അപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കുള്ളൂ. ഓക്കെ, ആരതി വെരി ഗുഡ്. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റുകൾ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് എലോങ് വിത്ത് ടെർമിനോളജീസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടെർമിനോളജീസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ബേസിക്സ് ഓൾമോസ്റ്റ് ക്ലിയർ ആയിരിക്കും. ജയലക്ഷ്മി ഫൈനാൻസ് അല്ല, ഇറ്റ്സ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അതിന്റെ ഫർദർ ഡിസ്കഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ദർ ക്രിയേറ്റഡ് ദിസ് തണ സിസ്റ്റം അണ്ടർ വിച്ച് വി കൻ സി ദ പോസ്റ്റ് ഓഫ് ദരോഗ. ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? എനിവൺ? എപ്പോഴാണ് വർഷം പറയണമെന്നില്ല, ആരാണ് ആ സിസ്റ്റം കൊണ്ടുവന്നത് എന്നുള്ളതാണ് അതിന്റെ ഫർദർ ലെവലിലോട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. അത് അതിന്റെ കോൺസെപ്റ്റൽ ക്ലാരിറ്റിയെ പരിപൂർണമാക്കി തരുന്നതാണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യുക, അറിയുന്നില്ലെങ്കിൽ അറിയില്ല എന്ന് എഴുതിയേക്കുക. മുഗൾസ് എന്ന് പറഞ്ഞു, തെറ്റാണ്. ബ്രിട്ടീഷ് എന്ന് പറഞ്ഞു, അതും പാർഷ്യൽ ശരി മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് പേഴ്സണാലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ദാൻ ബ്രിട്ടീഷുകാർ ഒരു 100-200 വർഷം ഉണ്ട്, മുഗൾസ് പറയുമ്പോഴും 100-200 വർഷം ഉണ്ട്. അപ്പൊ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. തണ സിസ്റ്റം, ദരോഗ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്താണ്. ഏത് ആളുടെ കാലഘട്ടം? കോൺവാലിസ് ആണെന്ന് ആരതി പറഞ്ഞു, വെരി ഗുഡ്. ശിവാജി അല്ല. ഓക്കെ, ജയലക്ഷ്മി മുഗൾസ് അല്ല എന്ന് പറഞ്ഞു, ബ്രിട്ടീഷ് ആണെന്ന് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് അത് ശിവാജി കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അത് ലോർഡ് കോൺവാലിസിന്റെ കോൺവാലിസ് കോഡ് എന്ന് പറയുന്ന പോലീസ്, സിവിൽ സർവീസ്, ജുഡീഷ്യറി, ലാൻഡ് റവന്യൂ, ഇങ്ങനത്തെ കുറച്ച് സിസ്റ്റം ഓഫ് പദ്ധതികളുണ്ട്, അതിന്റെ കീഴിൽ വരുന്ന. ഈ അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്തൊരു ചോദ്യം ചോദിക്കാം. The Daroga system created the Tana system. The Tana എന്ന് പറയുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റഡ് ഫോർ 50 miles, 50 to 70 miles റീജിയൻ. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തരുവാണെന്ന്. ഒരു 50-70 മൈൽ ദൂരത്തോട്ടുള്ള പ്രദേശങ്ങളോട്ടുള്ള ഒരു സറൗണ്ടിങ് റീജിയന് വേണ്ടിയാണ് ഒരു തന സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ?
എന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, യെസ് ഓർ നോ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ആരും യെസ് പറഞ്ഞു, യെസ് പോലീസ് ജുറിസ്ഡിക്ഷൻ പറഞ്ഞു. ഓക്കെ ഫൈൻ. ആക്ച്വലി ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. കാരണം അത് 20 to 30 മൈൽസ് മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് ഇതിന്റെ ഇൻ ഡെപ്ത് ലേണിംഗ്, ദാറ്റ് ഈസ് അഡ്വാൻസ്ഡ് പാർട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ പറഞ്ഞു തന്നത്. കാരണം ദരോഗ എന്ന് പറയുന്ന ഒരു കീവേഡും തണ എന്ന് പറയുന്ന പേരും അല്ലെങ്കിൽ ലോഡ് കോൺവാലിസ് എന്ന് പറയുന്നതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട NCERT പുസ്തകത്തിൽ നിന്നും കോൺസെപ്ച്വൽ നോളജിൽ നിന്നും ടെർമിനോളജി ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ അതിന്റെ ഫർദർ ഫീച്ചറിലോട്ട് അകത്തോട്ട് കയറി ചെല്ലുന്ന സമയത്തുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന 20 to 30 മൈൽസ് സ്ക്വയറിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. 20 to 30 എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 40 കിലോമീറ്റർ സർക്കിൾ ആണ്. ഓക്കെ, ആ 40 കിലോമീറ്റർ സർക്കിളിനകത്ത് ഉള്ള ഒരു ജൂറിഡിക്ഷൻ ആണ് നമ്മുടെ ഇന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് വരുന്നത്. എന്നാൽ അത്രയില്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് CI മാരുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 50 to 70 കുറച്ചുകൂടെ എബോ ആയിട്ട് ഡബിളൈസ് ചെയ്തു ഞാൻ. അപ്പൊ അത് ശരിയല്ല. അപ്പൊ അതാണ് അഡ്വാൻസ്ഡ് ലേണിംഗ് എന്നുള്ളത്. അപ്പൊ ഇത് ക്ലിയർ ആക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഈസി ഉണ്ടാവും, മീഡിയം ഉണ്ടാവും, ടഫ് ഉണ്ടാവും. അത് നെറ്റ് സ്റ്റാൻഡേർഡിലെ ലെവലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു സ്കോർ മോർ എന്നുള്ളതാണ് ബേസിക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ഞാൻ നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു തന്നു മാത്രം. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? എവ്രിവൺ ഗീവ് മി റെസ്പോൺസ് ഫോർ ദാറ്റ്. നിങ്ങൾ വെറുതെ മിണ്ടാതിരുന്നത് കൊണ്ട് എന്റെ സെഷനിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരം കിട്ടാൻ പോകുന്നില്ല. താങ്ക് യു. സോ ഇതാണ് നോർമലി നടക്കുന്ന ഒരു പ്രൊസീജിയർ. താങ്ക് യു ഫോർ കൈൻഡ് റെസ്പോൺസസ് ഗൈസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ സാധാരണ രീതിയിൽ ഒരു ആസ്പിരന്റ് നമ്മൾ സാധാരണ ഒരുപാട് ഡിഗ്രി ലെവലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഡിഗ്രിക്കാണെങ്കിലും PGക്കാണെങ്കിലും ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഇങ്ങോട്ട് എന്നാൽ ഏകദേശം ചാടിയിട്ടുണ്ടാകും, എന്നാൽ ഇത് പരിപൂർണമായിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം ഒരു 60% അറിയുന്നുണ്ടാവും. ഏത് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമോ നമുക്കൊരു 30% അറിയത്തുള്ളൂ. ഈ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും നെറ്റ് എക്സാമിനേഷനിൽ നമ്മൾ 100 മാർക്കിന്റെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമ്മൾ പറയും ഒരു 10, 20, 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളൊരു ഭയാനക സിറ്റുവേഷൻ ആയിരിക്കും എക്സാമിനേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും അടുത്ത നെറ്റ് എക്സാമിനേഷൻ നന്നായിട്ട് എഴുതുന്നുണ്ട്. ഇതാണ് 90% ഓഫ് സ്റ്റുഡൻസിന് സംഭവിക്കുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞൊരു ഈ ഒരു മെന്റാലിറ്റിയോട് കൂടെ ഡെഫിനറ്റ്ലി അഡ്വാൻസ്ഡ് ലേണിംഗ് വേണം. കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരുന്നത്. താങ്ക് യു. ഓക്കെ, എന്നിട്ട് നമ്മളൊരു അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല. അടുത്ത മൂന്നാമത്തെ കാര്യമാണ് പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് പലപ്പോഴും കുട്ടികൾ ചെയ്യാൻ മടി കാണിക്കും. ഈ മടി കാണിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഒന്ന് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല. 3 മണിക്കൂറിൽ നിങ്ങൾ 2 മണിക്കൂർ ഹിസ്റ്ററിക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അൾട്ടിമേറ്റ്ലി എഴുതി വരുന്ന സമയത്ത് സർ ഹിസ്റ്ററി അറൗണ്ട് ഒരു 90 എഴുതാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 10 നിങ്ങൾ ബാക്കി വെച്ചു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? കാരണം നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് ഇല്ല. നെഗറ്റീവ് മാർക്സ് ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അൾട്ടിമേറ്റ്ലി നിങ്ങൾ 10 മാർക്കിൽ നിന്നും ഈ 10 ക്വസ്റ്റ്യനിൽ നിന്നും ചിലപ്പം 2 or 3 ക്വസ്റ്റ്യൻസ് ശരിയായാലോ അത് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. സോ പ്രാക്ടീസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എന്ത് മോക്ക് ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ, അത് ക്രിസ്റ്റൽ നൽകുന്ന മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ഓൺലൈനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും മേക്ക് ഷുവർ യു ആർ 100% കംപ്ലീറ്റഡ് ദാറ്റ് ടെസ്റ്റ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സാമിനേഷന്റെ സമയത്ത് ടൈം മാനേജ്മെന്റ് ഒക്കെ പോസിബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യം ഒരിക്കലും മറക്കരുത്. ടൈം മാനേജ്മെന്റ് മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് തന്നെ നമ്മുടെ ലെവല് മനസ്സിലാക്കാൻ പറ്റുക. ഈസി ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? മീഡിയം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ടഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വാട്ട് സ്ട്രാറ്റജി വി ഹാഡ്, എന്ത് സ്ട്രാറ്റജി നമ്മൾ എടുത്തു, അത് സക്സസ് ആയിട്ടുണ്ടോ, ഫെയിലിയർ ആയിട്ടുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ബേസിക് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഡിസംബർ സൈക്കിൾ എഴുതിയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കേസിലോട്ട് പോകും. എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അടുത്ത നെറ്റ് എക്സാമിനേഷൻ ഒന്നുകൂടെ ഒന്ന് ഇരിക്കണം എന്ന് നിങ്ങൾ പറയും. എന്നിട്ടോ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും ഇല്ലാതെ വീണ്ടും നിങ്ങൾ എക്സാമിനേഷൻ എഴുതി പോകുമ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലും നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കിന് ചിലപ്പോൾ നിങ്ങൾക്ക് JRF ആഗ്രഹിക്കുന്നവർക്ക് നഷ്ടപ്പെടും. അപ്പൊ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു 6 മാസം 8 മാസം നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ടാക്ടിക്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സോ hope you guys got some kind of clarity about the relevance of this one. എങ്ങനെയായിരിക്കണം പ്രിപ്പറേഷൻ എന്നുള്ളതിന്റെ ഒരു റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. Now moving forward, generally
ഇവിടെ മുതൽക്കുള്ള കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എക്സാമിനേഷന്റെ ഒരു ജനറൽ നേച്ചറിലുള്ള ചില കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 4 മുതൽ 5 വരെയുള്ള ഡിഫറെന്റ് ടഫ്നെസ് ലെവലിലുള്ള MCQs ആണ്. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോസ്റ്റ് കോമൺലി ചോദിക്കുന്നതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. രണ്ടാമതാണ് 2 സ്റ്റേറ്റ്മെന്റ് വേസ്. മൂന്നാമത്തതാണ് അസേർഷൻ ആൻഡ് റീസൺ. നാലാമത്തതാണ് മാച്ച് ദി പെയർ. അഞ്ചാമത്തതാണ് 4 or 5 സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്സ് ആണ് സാധാരണ രീതിയിൽ നെറ്റ് എക്സാമിനേഷനിൽ ചോദിക്കാറുള്ളത്. പക്ഷെ റീസെന്റ് ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോ ഈ 4 to 5 സ്റ്റേറ്റ്മെന്റിന്റെ എണ്ണം കുറച്ചിട്ടുണ്ട്, ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ചിലപ്പോ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചില ഇതിൽ വളരെ ലെസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 5 ടൈപ്പിലാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതിൽ തന്നെ ഡിഫറെന്റ് ടഫ്നെസ് ഉണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ തന്നെ സിമ്പിൾ ഉണ്ടാകും, ബേസിക് എന്ന് നമ്മൾ പറയുന്നത്, ടഫ് ഉണ്ടാവും, ഇൻഡെപ്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പലതും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞത് ഈ 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പലപ്പോഴും ചോദിക്കാറുള്ളത്. അതിൽ തന്നെ ഏരിയകൾ ബേസിക്കിൽ നിന്നും ചോദിക്കും, ഇൻഡെപ്തിൽ നിന്നും ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് PYQs എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അല്ല ഇപ്പൊ പോകുന്നത്, മറിച്ച് ഇൻസൈറ്റ് ഉണ്ടാക്കി തരാണ്. സ്ക്രീന് മാറിയിട്ടില്ല അല്ലെ? ഓക്കെ, താങ്ക് യു ഐശ്വര്യ. ജസ്റ്റ് ലാപ്പിനെ ചെറുതായിട്ടൊരു സ്റ്റെക്ക് ഉണ്ട്, അതുകൊണ്ടായിരിക്കണം. ലെറ്റ് മീ ഒന്ന് സ്ക്രീനിൽ ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടെ റീ ചെയ്യാട്ടോ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയണം. ഞാൻ റീഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഐ വാസ് ടെല്ലിംഗ് ദാറ്റ് നമുക്ക് 4 മുതൽ 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടഫ്നെസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. 3 അസർഷൻ റീസൺ ആണ്. 4 മാച്ച് ദി പെയർ ആണ്. 5ാമത്തത് 4 മുതൽ 5 വരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ തന്നെ ചോദിക്കുന്ന ഏരിയാസ് എന്താണ്? ബേസിക് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇൻഡെപ്ത് ഉണ്ടാവും. ഓക്കെ, അതിന്റെ ഒരു അനാലിസിസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പുസ്തകം എടുത്തിട്ട് നിങ്ങൾ വായിച്ചോ പഠിച്ചോ ഒരു പ്രശ്നമല്ല. പക്ഷെ ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനൊക്കെ വേണ്ടത് ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആണ്. കോൺസെപ്റ്റൽ ക്ലാരിറ്റിന്റെ കൂട്ടത്തിൽ ഫാക്ട് പ്ലസ് എലിമിനേഷൻ മെത്തേഡ്. ഞാൻ ആ കോൺസെപ്റ്റൽ ക്ലാരിറ്റിയും ഫാക്ടും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. എലിമിനേഷൻ മെത്തേഡ് ഇവിടെ ചെയ്തതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കോൺസെപ്റ്റൽ ക്ലാരിറ്റി, ദരോഗ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ദരോഗ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊണ്ടുവരാനുള്ള റീസൺ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് കോൺവാലിസിന്റെ കോഡാണ്. കോൺവാലിസിന് ഇന്ത്യയിൽ എന്ത് വേണം? ഒരു പുതിയൊരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതില് എക്സിക്യൂട്ടീവ് ഹെഡ് ആയിട്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ജില്ലാ കളക്ടർമാരുടെ തുല്യതയിലുള്ള ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഓഫീസേഴ്സ് വരണം. അവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്റേണൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോലീസുകാർ വേണം. അപ്പം എന്ത് ചെയ്യണം? ഈ ജില്ലയെ വീണ്ടും വിഭജിക്കണം. നമുക്ക് ജില്ലയിൽ ഇന്ന് SP എന്ന് പറയുന്ന സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഇല്ലേ, അദ്ദേഹത്തിന്റെ കീഴിലാണ് ആര് വരുന്നത്? സർക്കിൾ ഇൻസ്പെക്ടർ വരുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് SI വരുന്നത്. അപ്പൊ അങ്ങനത്തെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ കോൺസെപ്റ്റൽ ക്ലാരിറ്റിയോട് കൂടെ തന്നെ ആ ടോപ്പിക് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൺസെപ്റ്റ് കിട്ടി. പിന്നെ അതിലോട്ടുള്ള ഫാക്ട് ആണ് ഇത് ഏത് വർഷം വന്നു? 1793 കോൺവാലിസ് കോഡിലൂടെയാണ് വരുന്നത്. അപ്പൊ ദരോഗ എന്ന് പറയുന്ന ഒരു പോലീസ് ഹെഡ് ഉണ്ട്, തണ എന്ന് പറയുന്ന സർക്കിൾ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. അത് അതിന്റെ ഫാക്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എലിമിനേഷൻ അപ്ലൈ ചെയ്യേണ്ടി പറ്റണം. So this is general analysis how you have to approach the examination. അപ്പൊ കഴിഞ്ഞ ഒരു സ്ലൈഡിലൂടെയും ഈ സ്ലൈഡിലൂടെയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. ഓക്കെ, ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. നിങ്ങൾക്ക് ഈ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായിട്ടുണ്ടാകുന്ന വിശ്വസിക്കുകയാണ്. ഇസ് ദാറ്റ് ക്ലിയർ? Yes, sir. Okay, thank you. Now listen very carefully. നിങ്ങൾക്ക് PYQന്റെ പേജ് കാണാൻ പറ്റുന്നുണ്ടല്ലോ? Yes, sir. Okay, now just read these PYQs. ഈ PYQs ഞാൻ ഇതിന്റെ ആൻസേഴ്സിലോട്ടല്ല പോകുന്നത്, ഞാൻ മറിച്ച് ഇതിന്റെ ഓരോ ടൈപ്പും നേച്ചറും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലേണിംഗ് എത്രമാത്രം കൊണ്ടുപോകണം എന്നുള്ളത്. അതാണ് അടുത്തൊരു 15 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, ട്രഡീഷണലി the 5 principal Aryan tribes constituting the പഞ്ചജന. 5 ജനങ്ങൾ എന്ന് പറയുന്ന ജനപദങ്ങൾ, അതാണ് ജന ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ്?
ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് പേര്, പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്തിട്ടില്ല, ഓർഗനൈസ് ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് എ ഡയറക്റ്റ് എന്നാൽ ബേസിക്കും ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അക്യുറസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്ക് ഭരദാസ് ഉണ്ട് അറിയാം, പുരു ഉണ്ടെന്ന് അറിയാം, ദൃഹ്യുണ്ട്, യദു ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതിൽ ഏത് സെറ്റാണ് വരുന്നത് നമുക്ക് അറിയണ്ട. സോ ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ലേണിംഗ് ക്ലാരിറ്റി അവിടെ കൊണ്ടുവരാത്തത് കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. സാധ്യതകളുണ്ട്. ഞാൻ ഒരു നോർമൽ സെൻസിലുള്ള ആൾക്കാരുടെ പറയുന്നത്. ചില ആൾക്കാർ ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും. ഐ നോട്ട് ഡിസ്കസിങ് ഫോർ ദം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് എം ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മഗധ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇത് ബേസിക് ആണ്, വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബേസിക് സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ നോക്കിക്കേ, ആസ് പെർ ദ ട്രഡീഷൻ നമ്പർ ഓഫ് ആൽവാർ ആൻഡ് നായനാർ. ഇതൊക്കെ വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ആൽവാർ, നായനാർ. ഓക്കെ, സോ ആ രീതിയിൽ വാട്ട് വി ക്യാൻ സീ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് താണ്ടി പറ്റും. സോ ഈ 3 ക്വസ്റ്റ്യന്റെയും വളരെ ബേസിക് ആയിട്ടുള്ള പ്രത്യേകത, നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷന് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് ബേസിക് ആണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ നമുക്ക് വേണ്ടത് പഠിക്കുന്ന ടോപ്പിക്കുകളുടെ ക്ലാരിറ്റിയാണ്. ഓക്കെ, ആ ഒരു ഇൻഫോ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാണ്. മഹാരാജ രഞ്ജിത് സിംഗ് he consolidated the kingdom of Punjab by merging how many missiles? എത്ര മിസിൽസ് കൂട്ടിച്ചേർത്തിട്ടാണ് പുള്ളിക്കാരൻ പഞ്ചാബ് കിങ്ഡം കൺസോളിഡേറ്റ് ചെയ്യുന്നത്? ഒരു നമ്പറാണ്. ഞാൻ നമ്പർ ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ നമ്പർ നമുക്ക് ഓർമ്മയില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ടച്ച് ചെയ്യാതെ പോകും. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് മുന്നോട്ട് പോകത്തില്ല. സോ ദാറ്റ്സ് ഐ എം ആസ്കിങ്, എത്ര മിസിൽസ് കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹം കിങ്ഡം ഓഫ് പഞ്ചാബ് ഉണ്ടാക്കുന്നത്? Let me read your answers, guys. Nobody? ജയലക്ഷ്മി 5 എന്ന് പറഞ്ഞു. നമ്പറാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തും പറയാം. 1 മുതൽ നിങ്ങൾക്ക് എണ്ണ അറിയാവുന്ന അത്രയും നമ്പർ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഗിവ് ആൻ ആൻസർ, ഗൈസ്. 4 പറഞ്ഞു. പെട്ടെന്ന് നിങ്ങളെ ഒരു നമ്പറേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങളുടെ ഫോൺ നമ്പർ പോലും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് പറയും, സമയം കളയരുത് നിങ്ങൾ. കാരണം ഞാൻ ഇതിന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഷെഡ്യൂളുകളുണ്ട്. 7 പറഞ്ഞു. ഓക്കെ, ആൻഡ് താങ്ക്ഫുള്ളി നിങ്ങളുടെ എല്ലാവരും തെറ്റാണ് കേട്ടോ. 12 ആണ് ഉത്തരം. 12. ഓക്കെ, അപ്പൊ 12 എന്ന് പറഞ്ഞൊരു നമ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാതിരിക്കാനുള്ള ചാൻസ് 1. രണ്ടാമത്, സിമിലർലി മഹാരാജ രഞ്ജിത് സിംഗ് എന്ന് പറയുന്ന സിഖ് രാജാവായിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരൻ, ഈ ബിലോങ്സ് ടു വൺ ഓഫ് ദി മിസിൽസ്. 12 ഉണ്ട് എന്ന് പറഞ്ഞു. ആ 12 ഒന്ന് ഇദ്ദേഹമായ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് ഇദ്ദേഹം. അങ്ങനെയെങ്കിൽ ആ റീജിയന്റെ ആ ഒരു മിസിലിന്റെ പേരെന്ത്? വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് മിസിൽ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മളിത് എത്രമാത്രം ഒരു സിഗ്നിഫിക്കൻസ് നൽകുന്നുണ്ട് എന്നുള്ളിടത്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നെറ്റ് എക്സാമിനേഷന്റെ ഒരു 30 to 40% ഓഫ് ആൻസറിങ് എന്ന് പറയുന്നത്. സുമയ്യ, വെരി ഗുഡ്. സുക്കർ ചാക്യ മിസിൽ എന്ന് പറയുന്നതാണ്. ഒരാൾ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ അതിൽ സമയം കളയുന്നില്ല. ദാറ്റ്സ് ആൻസർ. ഓക്കെ, അതാണ് ഉത്തരം വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് PYQ ആണ്. 2024-25 സമയത്ത് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. അത് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഈ ഒരു സെൻസിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. നൗ അടുത്ത ചോദ്യം നോക്കിയേ. ദ ബുക്ക് ന്യായ തത്വ വിച്ച് ഗിവ്സ് ആൻ ഇലാബറേറ്റ് എക്സ്പോസിഷൻ ഓഫ് ദ ഫിലോസഫി ഓഫ് വിശിഷ്ട അദ്വൈത സ്കൂൾ വാസ് ഓതേർഡ് ബൈ. ആരാണ് ഈ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ന്യായ തത്വ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്? എരിവിര പട്ടണാസ് എന്ന് പറയുന്ന ചോളമാട് നാട്ടിൽ എന്തായിരുന്നു? ഇതൊക്കെ കോൺസെപ്റ്റ് ആണ്. ഇത് കുറച്ച് ഫാക്ച്വൽ ആണ്. പക്ഷെ ഇതെന്താണ്, കുറച്ചുകൂടെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി നൽകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഐ എം നോട്ട് ഗോയിങ് ദർ. ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അതേ സമയത്ത് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് കുറച്ച് പൊളിറ്റിക്കൽ ആണ്.
ഇത് കുറച്ച് ടഫായിരിക്കും. കാരണം ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് കഥകളാണ്. അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ച കഥകളും ചിലത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കേൾക്കാത്ത കഥകളാണ് മോസ്റ്റ് ഓഫ് ദ ടൈം നെറ്റ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സാമിനേഷൻ കഴിഞ്ഞു വരുന്ന സമയത്ത് സ്റ്റുഡൻസ് പറയുന്നത് ഇതൊക്കെ എവിടുന്നാ ചോദിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം പലപ്പോഴും കുട്ടികളുടെ ഇടയിൽ റൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ 1302 സമയത്ത് അലാവുദ്ദീൻ ഖിൽജി വാറങ്കലിലോട്ട് ഒരു എക്സ്പെഡിഷൻ നടക്കുന്നുണ്ട്. അതിൽ പരാജയപ്പെട്ടു ആദ്യത്തേതിൽ. പിന്നീട് 1309 സമയത്താണ് വീണ്ടും പറഞ്ഞയച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പിടിച്ചെടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ എക്സ്പെഡിഷൻ 1302 പോയപ്പോ അത് ആരുടെ സമയത്തായിരുന്നു എന്നുള്ള ചോദ്യമാണ്. സിമിലർലി വിച്ച് ഹിസ്റ്റോറിയൻ പ്രൊവൈഡ്സ് അക്കൗണ്ട് ഓഫ് ദ ആക്സിഡന്റ് ഡെത്ത് ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക് ബൈ ലൈറ്റ്നിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പന്തല് പൊളിഞ്ഞാടിയിട്ട് ആനപ്പുറത്തുനിന്ന് വീണ് മരിച്ചതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നിസാമുദ്ദീൻ ഔലിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ചരിത്രം എന്നുള്ളത്. പക്ഷെ അതല്ല, പുള്ളിക്കാരൻ ലൈറ്റ്നിങ് അടിച്ചിട്ട് മരിച്ചതാണെന്ന് പറയുന്നത് ഏത് ചരിത്രകാരനാണ്? അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ്. ഇത് അഡ്വാൻസ്ഡ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നോർമലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് എൻഡ് ഓഫ് ദി സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നൗ ബാറ്റിൽ ഓഫ് കോവിലക്കൊണ്ട. വിജയനഗരിയും ബാമണി കിങ്ഡംസും ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന യുദ്ധമാണ്. ആരുടെ കാലഘട്ടത്തിലാണ് ഇന്നത്തെ യുദ്ധം നടന്നത്? ഇതും അഡ്വാൻസ്ഡ് ആണ്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്, മധുര വിജയം. ഇത് നമ്മൾ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കുമാരകമ്പന എന്ന് പറയുന്ന രാജാവിന്റെ ഭാര്യ അവരെഴുതിയിട്ടുള്ള വർക്കാണ് മധുര വിജയം എന്ന് പറയുന്നത്, ദ കോൺക്വസ്റ്റ് ഓഫ് മധുര. അത് ഏത് ലാംഗ്വേജിലാണ് എഴുതിയത്? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നൗ മൂവിംഗ് ഫോർവേഡ്, വിച്ച് ടൈറ്റിൽ ശിവാജി ഹാഡ് നോട്ട് അസ്യൂം അറ്റ് ദ ടൈം ഓഫ് ഹിസ് കൊറോണേഷൻ. ഭരണത്തിൽ വരുന്ന സമയത്ത് ശിവാജി ഏത് ടൈറ്റിലാണ് സ്വീകരിക്കാത്തത്? ക്ഷത്രിയ കുലവംശ എന്നുള്ളതാണോ, സിംഹാസന ധീശ്വര എന്നുള്ളതാണോ, മഹാരാജ എന്നുള്ളതാണോ, വേദമാർഗ പ്രതിഷ്ഠപക എന്ന് പറയുന്ന ഒരു വാക്കാണോ? ഏതാണ് ഉപയോഗിക്കാത്തത് എന്നുള്ളത്? ഇതും കുറച്ച് ഇൻഡെപ്ത് പേഴ്സണാലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഇങ്ങനെ പഠിക്കാറില്ല. നമ്മൾ ആകെ പഠിക്കുന്നത് എന്താ, ശിവജി ഇന്ന വർഷം ഭരണത്തിൽ വന്നു എന്നാണ് നമ്മൾ പഠിക്കാറുള്ളൂ. സിമിലർലി ദിവാനി ബയൂഥത്ത് എന്ന് പറയുന്ന ഒരു മുഗൾ കാലഘട്ടത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ടെർമിനോളജി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ ഈ ഒരു ചോദ്യം നോക്കിക്കേ, വളരെ സിമിലാരിറ്റി ഉള്ള, കാണുമ്പോൾ തന്നെ കൺഫ്യൂഷനും ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെയാണല്ലോ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത ഡെവലപ്പ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. By 1800, the Maratha Empire consisted of a confederation of 5 big chiefs. ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. പേഷ്വ പൂനെയിലാണെന്നുള്ളത്. ഓക്കെ, ഗെയ്ക്വാഡ്സ് ഉള്ളത് ബറോഡയിലാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഓരോ ലൊക്കേഷൻ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് മാപ്പിലൂടെ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണ് തോന്നുമെങ്കിൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒന്നാണ്. ദിസ് ഈസ് സംതിങ് ബേസിക്. ഇനി അടുത്ത ഈ 2 സെറ്റ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് PYQs കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഇൻസൈറ്റ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. സ്പാനിഷ് ഫ്ലൂ ഫസ്റ്റ് റീച്ച് ടു വിച്ച് സിറ്റി ഓഫ് ഇന്ത്യ ഇൻ 1918. 1918 ഇന്ത്യയിലോട്ട് സ്പാനിഷ് ഫ്ലൂ വന്നു. ഏത് സിറ്റിയിലോട്ടാണ് വന്നത്? ഇത് നമ്മൾ സാധാരണ നോർമൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിത് കാണത്തില്ല. അതേസമയത്ത് സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റിയർ വാസ് പബ്ലിഷ്ഡ് ഫ്രം വിച്ച് ഫോളോയിങ് സിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിലുള്ളതാണ്. സിലബസ് ഞാനിവിടെ ഒരു കാര്യം സ്ട്രെസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു 70 മേജർ ടോപ്പിക്സ് വെച്ചിട്ടാണ് നിങ്ങളുടെ സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത്. 70 മേജർ ടോപ്പിക്സ് വെച്ചിട്ടാണ് നിങ്ങളുടെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത്, നിങ്ങളുടെ സിലബസ് ടോട്ടലി. ആ സിലബസിന്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് 70 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. 70 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 140 മാർക്ക് മിനിമം കിട്ടുന്നതാണ്. അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 140 പ്ലസ് നിങ്ങൾക്കൊരു 70 മാർക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു 70 എബോവ് മിനിമം പേപ്പർ 1ലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 210. നിങ്ങൾക്ക് JRF കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പുമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കുറഞ്ഞോ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ മാർക്ക് കൂട്ടണം. അങ്ങനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ് പേപ്പർ 1ഉം പേപ്പർ 2 നിങ്ങൾക്ക് വേണ്ടത്. ഞാനിത് പറയാൻ കാരണം ഇത് സിലബസിലുണ്ട്. എന്ത്, സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റിയർ എന്ന് പറയുന്നതിന് അപ്പുറത്തോട്ടായിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സിലബസിൽ. അതിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് സിറ്റിയിൽ നിന്ന് എന്തൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. ദെൻ ഈ ചോദ്യം കണ്ടോ, സിക്കന്ദർ ജിന്ന പാക്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ല.
നോർമൽ ടെക്സ്റ്റ് ബുക്കിലോ മറ്റും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ ഇവര് പരീക്ഷയ്ക്ക് വേണ്ടി എവിടെയെങ്കിലൊക്കെ എടുത്ത് ചോദിക്കും. അപ്പൊ ഇത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ അതേ സമയത്ത് ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യക്കായിട്ട് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇത്ര പെർസെന്റേജ് നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കി ഇത്ര പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് ടഫായിട്ട് വരിക. അപ്പൊ അതിനെ നിങ്ങൾ കണ്ടെത്തുമ്പോഴേക്കും നിങ്ങൾ ഒരിക്കലും പാനിക് ആകാൻ പാടില്ല. എക്സാമിനേഷന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പാനിക് ആയോ ടൈം മാനേജ്മെന്റ് പോകും, ആൻസറിങ് പോകും, നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും കുറഞ്ഞു. ഓക്കെ, ഓപ്പറേഷൻ പോളോ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട പ്രാവശ്യം ക്വസ്റ്റ്യൻ ഭയങ്കര ടഫായിരുന്നു പറഞ്ഞിട്ട് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യും. അതല്ല വേണ്ടത്. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമിനേഷൻ ആണ്. അതില് 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ബേസിക് ആൻഡ് കോൺസെപ്റ്റ് ലെവലില് ഏകദേശം 60% ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് അറിയുന്നവർക്കും കോൺസെപ്റ്റൽ ലെവൽ നോളജ് ഉള്ളവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. വെൻ ഐ സേ കോൺസെപ്റ്റൽ ലെവൽ, നിങ്ങൾ ഏതെങ്കിലും കുഞ്ഞു പുസ്തകം പഠിച്ചിട്ട് ഞാൻ സെറ്റ് ആണെന്ന് പറയുന്നതല്ല. കുറച്ചുകൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് എങ്കിൽ മാത്രമേ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ ശ്രദ്ധിച്ചു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അല്ലാതെ മാച്ച് ദി പെയർ വരും, അസർഷൻ റീസൺ വരും, പലതും വരാതിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏകദേശം ഒരു 60 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബേസിക് ആൻഡ് കോൺസെപ്റ്റൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 40% ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് 40 ക്വസ്റ്റ്യൻസ് മിനിമം അറൌണ്ട് അൺനോൺ ഏരിയാസും ഇൻഡെപ്തും ആണ്. ഞാനിത് പറയാൻ കാരണം ഈ പലപ്പോഴും ഇൻഡെപ്ത് ഏരിയാസ് ഒന്നും നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതിന് തന്നെയാണ് അൺനോൺ ഏരിയാസ് എന്ന് പറയുന്നത്. ഈവൻ ദ സിലബസിന്റെ ഭാഗത്തിൽ പറയുന്നതാണെങ്കിൽ പോലും അതിന്റെ താഴോട്ട് ഇൻഡെപ്തിലോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്റ്റക്ക് ആവും. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ഇന്നത്തെ സെഷന്റെ തുടക്കത്തിൽ സംബന്ധിച്ച് ദരോഗ എന്ന് പറയുന്ന സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ആ ഏരിയയെ കുറിച്ച് ചോദിച്ചില്ലേ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും സ്റ്റുഡൻസ് എന്ത് ചെയ്യും, സ്റ്റക്ക് ആകും. ഇത് റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എക്സാമിനേഷന് പോവുക. ഈ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതി തിരിച്ചു വരിക. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾ എന്ത് എഴുതിയിരിക്കണം, നിങ്ങൾ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിരിക്കണം. അത് പിന്നെ നമ്മൾ അനാലിസിസിന് വിധേയമാക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ബേസിക് ആൻഡ് കോൺസെപ്റ്റ് ലെവലിൽ ഇത് പറ്റുമോ അതോ ഇത് ഭയങ്കര ടഫായിരുന്നു എന്നുള്ള ചിത്രീകരണം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് എക്സാമിനേഷന് നിങ്ങൾ ടാക്ടിക്സിലൂടെ കുറച്ച് പ്രധാനപ്പെട്ട ഒരു ഗെയിം ആയിട്ട് കാണുക. നിങ്ങൾ ഡിസംബർ എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ജൂൺ എക്സാമിനേഷൻ എഴുതുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസംബറിലോട്ടാണ് നിങ്ങൾ ഉള്ളെങ്കിൽ ഇനി നിങ്ങൾക്ക് എത്ര സമയമുണ്ട്? നിങ്ങൾക്ക് ഓൺ ആൻഡ് ആവറേജ് 1 മാസം സമയമുണ്ട്. ഈ 1 മാസം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ കണ്ണിങ് ആയിട്ട് ടോപ്പിക്ക് പഠിക്കണം. 30 ദിവസം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 30 ദിവസം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് പേപ്പർ 1 കൊടുക്കേണ്ട റിലവൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് ടൈം പേപ്പർ 1 കൊടുക്കുക. പേപ്പർ 2 എന്ന് പറയുന്ന ഹിസ്റ്ററി നിങ്ങളുടെ കരിയർ ആണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ ആ സബ്ജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് ആണ് വരുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ ആ സബ്ജക്ട് എത്രമാത്രം നല്ല പോലെ പഠിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും, നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺ കിട്ടുകയും ചെയ്യും. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരിക്കണം. നിങ്ങൾ ബേസിക് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് മാത്രം പോരാ, അഡ്വാൻസ്ഡ് ആയിട്ടും പഠിച്ചിട്ട് പ്രാക്ടീസും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും കൊടുത്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ലെവലിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ലെവലിലും അറിഞ്ഞിരിക്കണം. ശേഷം പ്രാക്ടീസും ചെയ്തിരിക്കണം. നിങ്ങൾ ഡിസംബർ സെറ്റിൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആൾക്കാർ നവംബറിൽ നിർബന്ധമായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ പറ്റും. പ്രാക്ടീസിങ് വളരെ ഇമ്പോർട്ടന്റ്. അത് പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ഒരിക്കലും മുടക്കം കാണിക്കരുത്. സാറ് ഞാൻ പഠിച്ചിട്ടൊന്നും ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ആര് കഥ ഇവിടെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ എന്തായാലും ഇത് 100% പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നില്ല. എന്നിട്ടാണ് നിങ്ങൾ 100 മാർക്ക് ഹിസ്റ്ററിയിൽ നിന്നും 100 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് പേപ്പർ 1 നിന്നും നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഗോ ഫോർ പ്രാക്ടീസ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പ്രാക്ടീസിൽ നിങ്ങൾ ഒരു എക്സ്ക്യൂസും കൊടുക്കരുത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ബേസിക് മാത്രമേ പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അഡ്വാൻസ്ഡ് പഠിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ റിസോഴ്സ് ഉണ്ടാവില്ല. നമുക്ക് പറ്റില്ലല്ലോ. ഈ ഉപീന്ദർ സിംഗ് ഫുൾ എടുത്ത് വായിക്കാൻ ഇപ്പോൾ പറ്റിയെന്ന് വരില്ല. മിഡീവൽ ഹിസ്റ്ററി ഓഫ് ബിപിൻ ചന്ദ്ര, നമ്മുടെ സതീഷ് ചന്ദ്രന്റെ 2 കോടി ഇപ്പൊ പറ്റില്ല.
ശേഖർ പന്താപതിയുടെ പ്ലാസ്റ്റിക് പാർട്ടീഷൻ ഫുള്ളാക്കാൻ ഇപ്പൊ പറ്റില്ല. അതിനൊക്കെ എന്തായാലും ഇത് 3 വായിച്ചാൽ തന്നെ ഏറ്റവും ചുരുങ്ങി 1.5 കൊല്ലം എടുക്കുന്നുണ്ടോ, അത്രക്കും വോളിയം ആയിട്ടുള്ള പുസ്തകങ്ങൾ. സോ അതല്ല അതിനുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ എന്റെ ക്ലാസ് റൂമിലെ സ്റ്റുഡൻസ്, നിങ്ങളുടെ കയ്യിൽ എല്ലായിടത്തും നമ്മുടെ ഹിസ്റ്ററിയുടെ ബുക്ക് ഉണ്ടാവും. നിങ്ങളുടെ എത്ര പേരുടെ കയ്യിൽ ഹിസ്റ്ററിയുടെ ബുക്ക് ഉണ്ട്? ക്രിസ്റ്റൽ ലോഞ്ച് ചെയ്തിട്ടുള്ള 3 വോളിയത്തിന്റെ പുസ്തകമുണ്ട്. ഹൗ മെനി ഓഫ് യു? ഒന്ന് ചാറ്റിൽ ഒന്ന് അറിയിക്കൂ, നോക്കട്ടെ. ഹൗ മെനി ഓഫ് യു ഹാവ് ദാറ്റ് ബുക്സ് വിത്ത് യു എന്നുള്ളത്. ഓക്കെ രാഹി. ഓക്കെ അഞ്ജലി. വാട്ട് അബൌട്ട് അതേഴ്സ്? നിങ്ങൾ വളരെ സ്ലോ ആണല്ലോ. അത് എന്റെ സിസ്റ്റം സ്ലോ ആയതുകൊണ്ടാണ്. ശരി, ഓക്കെ. എന്തായാലും ഈ ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസിന്റെ കയ്യിൽ ഏകദേശം പുസ്തകങ്ങൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും. സുമയ്യ, സാന, വെരി ഗുഡ്. നിങ്ങൾ ആ പുസ്തകം മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. അതിൽ എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഭാഗങ്ങൾ എക്സാമിനേഷന്റെ ഇൻഡെപ്ത് ടോപ്പിക്കുകളാണ് ഓരോ ചാപ്റ്ററിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ആ ലെവലിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി അതല്ല, എക്സാം ബുക്ക് ഒന്നും കയ്യിലില്ലാത്ത ആൾക്കാർ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിങ്ങൾ ഡിഗ്രിയുടെ സമയത്ത് PGയുടെ സമയത്ത് എഴുതി വെച്ചിരുന്ന നോട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബേസിക്സ് ഉറപ്പിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ട് അഡ്വാൻസിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ നേരെ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇത് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് അതിലൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ എത്രമാത്രം പോസിബിൾ ആവുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഡെഡിക്കേഷൻ അനുസരിച്ചിരിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഇനിയാണ് ഞാൻ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ശ്രദ്ധിക്കുക. എക്സാമിന്റെ നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കേണ്ട കുറച്ച് ടാക്ടിക്സ് ആണ് ഞാൻ പറയുന്ന. ഈ ഒരു ഓരോ അപ്രോച്ചുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു എക്സാമിനേഷൻ ആണെങ്കിൽ എന്താണ് സ്ക്രീൻ വീണ്ടും പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാനൊന്നുകൂടെ സ്ക്രീൻ റീഷെയർ ചെയ്യാം, മിസ്സായിട്ടുണ്ടെങ്കിൽ. ഒരു സെക്കൻഡ്. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടോ എന്ന് പറയണേ. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ചിലപ്പോൾ ലാപ്ടോപ്പ് ഒന്ന് പെർഫോമൻസ് മിസ്സാകുന്നതായിരിക്കാം. എന്തായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫൈൻ. സോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത്, ഞാൻ നിങ്ങളെ എക്സാമിനേഷനിലോട്ടുള്ള കാര്യമാട്ടോ ആദ്യം പറയുന്നത്, ശേഷം നിങ്ങൾ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ വേറെ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യില് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പാനിക് ആകരുത്. നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മണിക്കൂറിന്റെ സമയമാണുള്ളത്. നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. ജസ്റ്റ് ലിസൺ ടു മീ. വായിച്ചു, മനസ്സിലായി, ഇത് ഞാനായിട്ടൊരു ബന്ധമില്ല, സ്കിപ്പ് ചെയ്യ്. നിങ്ങൾ അതിൽ കൂടുതൽ ടൈം കളയാൻ നിൽക്കല്ലേ. കാരണം നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ തിരിച്ചു വന്നിട്ട് ഏതെങ്കിലും ഒന്ന് ബബിൾ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് അറിയില്ല എന്ന് 100% നമുക്ക് ഉറപ്പായി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു അറ്റംപ്റ്റ് ആണ്. എന്ത് ഏതാകും ഉത്തരം? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എ ആകും വല്ല ചാൻസ് ഉണ്ടോ? ഈ ടോപ്പിക്കുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇങ്ങനത്തെ കുറച്ച് ചിന്തകളാണ്. ആ ചിന്ത തുടക്കത്തിൽ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം ഒരുപാട് നഷ്ടപ്പെടും. അത് ലാസ്റ്റിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് അപ്രോച്ച് ചെയ്യുക. ഞാൻ എന്റെ ജീവിതത്തിൽ 6 തവണ നെറ്റ് എക്സാമിനേഷൻ ചെയ്തതാണ്. 6 തവണ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ്. ഓക്കെ, അതിനൊക്കെ ഞാൻ എടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാൻ കൂളായിട്ട് അപ്രോച്ച് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വളരെ പീസ്ഫുള്ളി വായിക്കുക. ഇത് എനിക്കറിയോ? അറിയും. അപ്പൊ കറക്റ്റ് നോക്കിയിട്ട് ബബിൾ നമ്മൾ കൊടുക്കുന്നതിന് മുന്നോട്ട് ഒന്നുകൂടെ റീഡ് ചെയ്യും. കാരണം നമ്മൾ ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി. കാരണം പലപ്പോഴും സാറ് ഞാൻ അതാണ് കുത്തിന്ന് തോന്നുന്നു എന്ന് പലരും എന്നോട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, പീസ്ഫുള്ളി വായിക്കുക. അറിയില്ല, ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് സ്കിപ്പ്. ചിലപ്പം ആദ്യത്തെ 10 എണ്ണത്തിൽ 1 ആയിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ബാക്കി 9 നമ്മൾ സ്കിപ്പ് ചെയ്തിടണം. എന്നാലും കുഴപ്പമില്ല, വി ക്യാൻ കം ബാക്ക് ലേറ്റർ. തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡയറക്റ്റ് MCQs ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ നമ്മൾ ഇന്ന് ഫുള്ള് കാണിച്ചത് ഡയറക്റ്റ് MCQs ആണ്. അത് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നല്ലതുപോലെ ആലോചിക്കണം. ബേസിക് ലെവലിൽ എന്തിനാ സാർ അത്ര ആലോചിക്കുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബബിൾ ചെയ്യുന്നിടത്ത് നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആൽവാർ നായനാർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ? 2 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സമാധാനത്തിൽ വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പാനിക് ആയിട്ട് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നിങ്ങൾ കണ്ടില്ലേ മറാത്ത കോൺഫെഡറസീസ്, എല്ലാം ഒരുപോലെയുള്ള പേരുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് വെച്ചേക്കാണെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നല്ലപോലെ ആലോചിക്കണം.
അതേസമയത്ത് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. അത് നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആവട്ടെ, പേഴ്സണാലിറ്റി റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആവട്ടെ, ഇവിടൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ക്രിട്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ ശരിയാകുള്ളൂ. അത് നമ്മളുടെ ഇനിയിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരാനുള്ളത് മാരത്തൺ പ്രോഗ്രാം ആണ്. മാരത്തൺ പ്രോഗ്രാമിൽ നമ്മുടെ ക്ലാസ്സസ് വിത്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് വരുന്നത്. വെറും ക്ലാസ് അല്ല, ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അതിൽ പഠിപ്പിച്ചു തരും ചില കാര്യങ്ങൾ, ഹൗ യു ഹാവ് ടു പ്രൊസീഡ് ക്രിട്ടിക്കലി എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 4-5 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വേണ്ട ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ABCD ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അതിന്റെ ലിങ്കേജ് നോക്കുന്നത് ഇതുമായിട്ട് വല്ല ബന്ധപ്പെടാൻ ചാൻസ് ഉണ്ടോ എന്നിങ്ങനെ ആലോചിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു മുമ്പത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതിൽ എവിടെയെങ്കിലും അങ്ങനത്തെ ക്രിട്ടിക്കാലിറ്റി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. ഇതിൽ ചെറുതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിനൊക്കെ നമുക്ക് ബേസിക് നോളജ് വേണം. ഗിയാസുദ്ദീൻ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, ഹിസ്റ്റോറിയൻ ഓൺ ദ ആക്സിഡന്റ് ഡെത്ത് ഓഫ് ഗിയാസുദ്ദീൻ തുഗ്ലക് ബൈ ലൈറ്റിംഗ് എന്ന് പറയുന്നതിൽ നമുക്കിതിൽ ഒഴിവാക്കാൻ പറ്റുന്ന ആരെയാ? ഷുവർലി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ആരെയാ? അതാണ് ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇബിൻ ബത്തൂത്ത ഒഴിവാക്കാം. കാരണം ഇബിൻ ബത്തൂത്തയാണ് നമ്മുടെ ബാക്കിയുള്ള മുഹമ്മദ് തുഗ്ലക്കിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അത് എഴുതുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചില പോസിബിലിറ്റീസ് ഉണ്ടാവും. അതിന് ഞാൻ പറഞ്ഞു കുറച്ച് ബേസിക് നോളജ് വേണം, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്സ് ഇല്ലാതെ നമുക്ക് നെറ്റ് എക്സാമിനേഷൻ കോൺകറായി വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസിന്റെ പീരീഡ് നോക്കാം, കോണ്ടംപററി തിങ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഡയറക്റ്റ് MCQs ആവട്ടെ, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള MCQs ആവട്ടെ, ഇവിടെയൊക്കെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, പ്രാക്ടീസിലൂടെ മാത്രം. കാരണം ഞാനിപ്പോ പ്രാക്ടീസിലോട്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും സമയം ഒരുപാടാകും. ഇപ്പൊ തന്നെ 45 മിനിറ്റ് ആയി നമ്മുടെ സെഷൻ തുടങ്ങിയിട്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബേസിക് ലെവൽ ആണെങ്കിൽ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ബബിൾ ചെയ്യാനെന്നുള്ളത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകും. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസേ പലപ്പോഴും ഈസിയറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് ക്രിട്ടിക്കാലിറ്റി അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. അതുപോലെ ചില കീവേഡ്സ് ഉണ്ടാവും, കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ലൈക്ക് ടിപ്പു സുൽത്താൻ fought battles against the British and won in the majority. Okay, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. In the majority of the battles. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്ന യുദ്ധങ്ങളിൽ മെജോറിറ്റിയിലും ടിപ്പു സുൽത്താൻ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? ഞാൻ നിങ്ങളുടെ ക്രിട്ടിക്കാലിറ്റി ആദ്യം നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ഗീവ് മി റെസ്പോൺസ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. Hope you are giving me the response. Okay, that is wrong only. Why? Why means ടിപ്പു സുൽത്താൻ ആക്ച്വലി ചെയ്ത യുദ്ധങ്ങളിൽ പലപ്പോഴും ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടിപ്പു പരാജയപ്പെട്ടെങ്കിലും ടിപ്പുവിന്റെ ആ ചെറുത്തുനിൽപ്പിനെയാണ് നമ്മൾ ഫ്രീഡം മൂവ്മെന്റിൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഒഴിവാക്കാം. ഇനി അതേ സമയത്ത് സ്റ്റേറ്റ്മെന്റ് വൈസിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ചില ഫാക്ച്വൽ എറേഴ്സ് കാണേണ്ടി പറ്റും. ലൈക്ക് ഇയേഴ്സ് വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ, വിത്ത് ദിസ് Macaulay Minute of 1835, the English
became the official language of the British India in 1840 എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. By the Maccallum Minute of 1835, the English became the official language of the British India in 1840. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് പറയാം. അതായത് ശരിയാണെന്ന് തോന്നുമെങ്കിൽ ശരി എന്ന് പറയാം, തെറ്റാണെന്ന് തോന്നുമെങ്കിൽ തെറ്റെന്ന് പറയാം. ഞാൻ ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്നത്. മേക്ക് ഇറ്റ് ഫാസ്റ്റർ ഗൈസ്. നിങ്ങളുടെ കോമന്റ്സ് വളരെ പെട്ടെന്ന് വരും. വെരി ഗുഡ്. എല്ലാവരും ട്രൂ എന്ന് പറഞ്ഞു, പക്ഷേ ആക്ച്വലി തെറ്റാണ്. കാരണം 1837 ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറുന്നത് ബൈ ചേഞ്ചിങ് ദ പേർഷ്യൻ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, അതൊരു ബേസിക് ഇൻഫോ ആണ്. 1835 കഴിഞ്ഞിട്ട് എന്തിനാ 5 വർഷം നീണ്ടു നിൽക്കുന്ന ആവശ്യം എന്താ? അതിന് ഇമ്മീഡിയറ്റ്ലി മുന്നേ ആകാൻ ചാൻസ് ഇല്ലേ എന്നൊക്കെ ആലോചിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരാൻ വേണ്ടി സാധിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ഇയർ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തെറ്റണമെന്നല്ല, കുറച്ചുകൂടെ ആലോചിച്ച് നോക്കുക, ലിങ്കേജ് വെച്ച് ആലോചിച്ച് നോക്കുക. ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ആണ് പേഴ്സണാലിറ്റീസ്. മോസ്റ്റ് ഓഫ് ദ ടൈം പേഴ്സണാലിറ്റി ക്വസ്റ്റ്യൻസ് ടഫർ ആയിരിക്കും. ഇത് നിങ്ങൾ എലിമിനേഷൻ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലത് ശരിയാകും, ചിലത് ശരിയാകത്തില്ല. അപ്പൊ അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഇൻഡെപ്ത് ലേണിംഗ് നേരത്തെ തന്നെ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം നമ്മൾ മാരത്തൺ സെഷൻ നടത്തുന്നത് തന്നെ പേഴ്സണാലിറ്റീസിലൂടെ ഫോക്കസ് ചെയ്തിട്ടാണ്. പേഴ്സണാലിറ്റീസ് ആൻഡ് ലിറ്ററേച്ചർ. കാരണം ഇത് രണ്ടുമാണ് നെറ്റ് എക്സാമിനേഷൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ടഫർ ആയിട്ടുള്ള ഏരിയ. ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യത്തെ മാരത്തൺ ക്ലാസ്സസ് മുഴുവനും നടക്കാനും പോകുന്നത്. ഓക്കെ, അത് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ ദീസ് ആർ സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് എക്സാം ടാറ്റിക്സ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ എക്സാമിനേഷൻ ഹാൾ. ഇത് എക്സാമിനേഷൻ ഹാളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒന്ന്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പാനിക് ആക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഗോ വിത്ത് യുവർ മൈൻഡ് ലൈക്ക് I know this answer, so I'm going to publish. If I don't know, I will be coming back later. ഞാൻ തിരിച്ചു വരും. ഇപ്പൊ ഞാൻ സ്കിപ്പ് ചെയ്യണം. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോക്കോ. നിങ്ങൾക്ക് അറിയാം, ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 100 ക്വസ്റ്റ്യൻസ് വായിച്ച് തീരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 20 മുതൽ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ഒരു 40 ക്വസ്റ്റ്യൻസ് വരെ എഴുതാൻ പറ്റും. ബാക്കി 60 ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്ക് പലപ്പോഴും ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ അത്ര ഒരു ക്ലാരിറ്റി ഓഫ് ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. പിന്നീട് സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനെ, ഒന്നുകൂടെ ക്രിട്ടിക്കലി വായിക്കാൻ വേണ്ടി. അങ്ങനെ 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതായത് 30 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം കവർ ചെയ്തിരിക്കണം. ബാക്കിയുള്ള ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ആ 1.5 മണിക്കൂർ വേണം നിങ്ങൾ ക്രിട്ടിക്കലി ചിന്തിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത്. ശ്രമങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് എക്സാമിനേഷൻ ഹാളിലോട്ട് എത്തുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് അമ്പ് ചെയ്യുക, പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിലോട്ട് നേരിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന അമ്പ് അങ്ങോട്ടുള്ളത് ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ തന്നെ നമുക്ക് തിരിച്ചു കിട്ടി നമ്മൾ റെഡാ. സോ വി ഹാവ് ടു പ്രാക്ടീസ് അല്ലേ. അപ്പൊ എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ തന്നെ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ അതിന് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ജസ്റ്റ് ടെൽ മീ. ഈ പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയട്ടോ. ഓക്കെ ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ്. താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്ന എക്സാം ടാക്ടിക്സ് 2. ഇതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം മറ്റേത് നിങ്ങൾ ആകെ 3 മണിക്കൂറിന്റെ ടൈമുള്ള ആ 3 മണിക്കൂറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ബാറ്റിൽ ഗ്രൗണ്ട് ആയിട്ടുള്ള നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നിട്ട് 3 മണിക്കൂർ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് യുവർ ലേണിംഗ് ഗ്രൗണ്ട്. അത് നിങ്ങളുടെ ബാറ്റിൽ ഗ്രൗണ്ട്. സോ ലേണിംഗ് ഗ്രൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഇത് പല രീതിയിൽ നമുക്ക് പഠിക്കാം. ഒന്ന്, നിങ്ങൾക്ക് രാജാക്കന്മാരുടെ വഴി പഠിക്കാം. പക്ഷെ രാജാക്കന്മാർ ഇപ്പൊ പഠിക്കേണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് ഇവിടെ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അത് വരുന്നതുകൊണ്ടാണ്. മറിച്ച് നിങ്ങൾ ഡൈനാസ്റ്റിക് ആയിട്ട് പഠിക്കുക. ഓരോ ഡൈനാസ്റ്റി ഉണ്ടാവും, ആ ഡൈനാസ്റ്റിയുടെ ഒരു യുണീക്നെസ് ഉണ്ടാകും. ഓരോ ഡൈനാസ്റ്റിക്കും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകും.
ഒരു എക്സാമ്പിളിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഒരു ചോദ്യം. അരിക്കമേട് is an ancient trade city having connection with the Romans was under the control of which dynasty? അരിക്കമേട് എന്ന് പറയുന്നത് ഒരു ആൻഷ്യൻ ട്രേഡ് സിറ്റിയാണ്. റോമക്കാരുമായിട്ട് ട്രേഡ് കൺട്രോൾ ഉണ്ടായിരുന്നു. ഏത് ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു ഈ അരിക്കമേട് എന്ന് പറയുന്ന സിറ്റി ഉണ്ടായിരുന്നു? വിത്തൗട്ട് ഓപ്ഷൻസ്, ജസ്റ്റ് ട്രൈ ടു ഗിവ് മി ദ ആൻസർ. Come on. I'm waiting for your responses. മൗര്യൻ എംപയർ പറഞ്ഞു, ചോള പറഞ്ഞു. ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ല. മിണ്ടാതിരുന്നത് കൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ജയിക്കാനും പോകുന്നില്ല. ചോള. ആൻസർ ഇസ് ചോള. പോണ്ടിച്ചേരി ഭാഗത്താണ് അരിക്കമേട് വരുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ടോപ്പിക് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് ഡൈനാസ്റ്റി ബേസ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ്. ഇനി അവരുടെ ഒരു യുണീക്നെസ് ബേസ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനത്തെ കുറച്ച് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പെക്ട് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് വൈസും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏൻഷ്യന്റ് മിഡീവൽ ടോപ്പിക്കിലെ 2 ടോപ്പിക്സ് ആണ് പോസ്റ്റ് മൗര്യനും ഏർലി മിഡീവലും. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനത് പറയാൻ കാരണം ഈ 2 സമയങ്ങളിൽ, പോസ്റ്റ് മൗര്യയുടെ സമയത്താവട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് ഗുപ്ത മുതൽ ഏർലി മിഡിൽ സമയത്താവട്ടെ, ഒരുപാട് ഡൈനാസ്റ്റീസ് ഉണ്ട്. ലൈക്ക് നിങ്ങളുടെ സിലബസ് പ്രകാരം തന്നെ നിങ്ങൾക്ക് ഒരു 30+ ഡൈനാസ്റ്റീസ് അവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. പക്ഷെ അതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ അതിന്റെ ഒരു ഡൈനാസ്റ്റിയുടെ ബേസിക്സ് ഡിസ്കസ് ചെയ്തത്. ചിലത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ലൈക്ക് പല്ലവാസിന്റെ മറ്റൊക്കെ ആയിട്ടുള്ളതുണ്ട്. യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് വൺ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഈ 2 ഡൈനാസ്റ്റീസിനെ ഒന്ന് അപ്രോച്ച് ചെയ്യണം. മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഡൈനാസ്റ്റികൾ എവിടെയായിരുന്നു, ഏത് സമയത്താണ്, അവരുടെ കോണ്ടംപററീസ് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശേഷം അതിൽ ഇമ്പോർട്ടന്റ് റൂളേഴ്സ് എന്താണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അവിടെ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ, അവരുടെ ആ കൊട്ടാരത്തിൻ്റെ സ്കോളേഴ്സ് ആരൊക്കെയാണെന്ന്. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ മാരത്തോണിൽ നമ്മൾ കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. ഫൈൻ. നൗ അടുത്തതാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിച്ചത് കഴിഞ്ഞതിന് ശേഷം ഗോ ഫോർ ഇൻ ഡെപ്ത് ടോപ്പിക്. ഇൻ ഡെപ്ത് ടോപ്പിക്കിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആണ് പേഴ്സണാലിറ്റീസ്. വെൻ ഐ സേ പേഴ്സണാലിറ്റീസ്, ഇതില് സ്കോളേഴ്സ് ഉണ്ട്, ഇതില് പ്രധാനപ്പെട്ട കിങ്സ് ഉണ്ട്, രാജകുമാരുണ്ട്, സ്കോളേഴ്സ് ഉണ്ട്, കിങ്സ് ഉണ്ട്. ഇവർ 2 പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ മോഡേണിറ്റി എത്തുന്ന സമയത്ത് ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ഉണ്ട്. ബ്രിട്ടീഷ് മാത്രമല്ല അതർ ഓഫീഷ്യൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഫോർ എൻ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇട്ട് തരികയാണ്. 1530 പോർച്ചുഗീസുകാര് അവരുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് ഗോവയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അണ്ടർ വിച്ച് വൈസ്രോയ്? ഇത് ബ്രിട്ടീഷ് ഓഫീഷ്യൽ എന്നതിന് പകരം പ്രധാനപ്പെട്ട യൂറോപ്യൻ ഒഫീഷ്യൽ. എനിവൺ? ഇനി ആൻസർ അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് ഒരു ആൻസർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ആയിരത്തി 1530 പോർച്ചുഗീസുകാര് അവരുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് ഗോവയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അണ്ടർ വിച്ച് വൈസ്രോയ്? അൽബുക്കർക്ക് പറഞ്ഞു, മെക്കോള പറഞ്ഞു. മെക്കോളൊക്കെ ബ്രിട്ടീഷുകാരാണ് കേട്ടോ. അൽബുക്കർക്ക് പറഞ്ഞു അല്ലെ. പക്ഷെ അൽബുക്കർക്ക് 1515 മരിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ? അയാളുടെ ആത്മാവെന്ന് കമന്റ് ചെയ്യരുത് കേട്ടോ. വെരി ഗുഡ് അക്കീന. ദാറ്റ് ഈസ് നിന്നോട് കുൻഹ. നിന്നോട് കുൻഹ എന്ന് പറയുന്ന ഒരാളാണ് വരുന്നത് കേട്ടോ.
സോ ഇത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ബിയോണ്ട് ദിസ് നിങ്ങൾ ഹിസ്റ്റോറിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പേഴ്സണാലിറ്റീസ് അറിഞ്ഞിരിക്കണം. ഹിസ്റ്റോറിയോഗ്രഫി ഇസ് മോർ അബൌട്ട് പേഴ്സണാലിറ്റീസ്. അപ്പൊ ഹിസ്റ്റോറിയോഗ്രഫി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ സ്കോളേഴ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരുടെ ലിറ്ററേച്ചർ വരുന്നത് കൊണ്ട് ഇതാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ബിഫോർ എക്സാമിനേഷൻ. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 60% ഓഫ് സിലബസും കവർ ചെയ്യാനും പറ്റും. അങ്ങനെയാണ് നമ്മുടെ മാരത്തൺ കോഴ്സ് നടക്കാനും പോകുന്നത്. അപ്പൊ ഓൾറെഡി ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോ ഏൻഷ്യന്റും മിഡീവലും മോഡേണും ഒക്കെ നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നടക്കാൻ വേണ്ടി പോകുന്ന 12 മാരത്തൺ സെഷൻസ് ലൈവ് മിസ്സാക്കുകയേ ചെയ്യരുത്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സാമിനേഷന്റെ മുമ്പ് നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രിപ്പറേഷൻ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അത് കൃത്യമായിട്ട് പഠിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ എല്ലാവരും ചെയ്യേണ്ടതാണ് ഗോ ഫോർ മോക്ക് ടെസ്റ്റ്. അതിൽ ബേസിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം, അഡ്വാൻസ് ലെവലും ആൻസർ ചെയ്യണം. 100 ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 100 നിങ്ങൾ എഴുതിയിരിക്കണം. 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 നിങ്ങൾ എഴുതിയിരിക്കണം. ഒന്നുപോലും നിങ്ങൾ മിസ്സാക്കരുത്. അങ്ങനെ ഉള്ള ഒരു ടോട്ടൽ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഡെഫിനറ്റ്ലി യു ക്യാൻ ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ എക്സാമിനേഷൻ എന്ന് പറയേണ്ടി വരും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തായാലും ആൾക്കാർ ക്ലിയർ ചെയ്ത് പോകും. സോ ദിസ് ഈസ് ദ അപ്രോച്ച് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ബിഫോർ ദ എക്സാമിനേഷൻ. ഒന്ന് പൊളിറ്റിക്കൽ ഹിസ്റ്ററി മനസ്സിലാക്കി വെക്കുക. അതിൽ തന്നെ പോസ്റ്റ് മോഡേൺ ഏർലി മിഡിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ അതിന്റെ ഇൻഡപ്തിലോട്ട് പോകാത്തത് അത് തന്നെ പറയാനാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും എന്നുള്ളത് കൊണ്ടാണ്. അതേസമയത്ത് ഇൻഡപ്ത് ടോപ്പിക്ക് നിങ്ങൾക്ക് ടഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതും സ്കോളേഴ്സിനെ വെച്ചിട്ടാണ്, കിങ്സിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ മോഡേൺ ഇന്ത്യയിലോട്ട് എത്തുന്ന സമയത്ത് കുറെ ഒഫീഷ്യൽസും കുറെ പേഴ്സണാലിറ്റീസ് ഉണ്ട്. ടോട്ടലി നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 100+ പേഴ്സണാലിറ്റീസ് ഉണ്ട്. അപ്പൊ അതില് നല്ലൊരു ശതമാനം നമ്മൾ നമ്മുടെ മാരത്തണിൽ കവറപ്പ് ചെയ്യും, ഇൻക്ലൂഡിങ് ഹിസ്റ്റോറിയോഗ്രഫി. ഓക്കെ, പിന്നെ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കുറച്ച് മോക്ക് ടെസ്റ്റ് കൊടുക്കും. അപ്പൊ നവംബർ മാസത്തിൽ ചില മോക്ക് ടെസ്റ്റ് കൂടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ഹിസ്റ്ററി ലേണിംഗ്. ദസ് ഡെഫിനറ്റ്ലി യു ക്യാൻ ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ഓക്കെ, ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ റിഗാർഡിംഗ് ദ പ്രിപ്പറേഷൻ? If you have, please ask me right now, whether chat or mic, that's your choice. നേരത്തെ ബുക്കിന്റെ കാര്യം ആരോ ചോദിച്ചിരുന്നു. നമ്മുടെ ബുക്കിന്റെ വൺ ഓഫ് ദി പ്രത്യേകത ഹിസ്റ്റോറിയോഗ്രാഫി PYQ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുസ്തകമുള്ള ആൾക്കാർക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ബേസ്ഡ് ഓൺ ദ PYQs കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്ന് 10 മുതൽ 12, 13 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഏറിപ്പോയ 15 ക്വസ്റ്റ്യൻ. 2024 ഡിസംബർ സമയത്ത് ഒരു 14 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള സമയത്തൊക്കെ ഒരു 10ന്റെ അടുത്ത്. അപ്പൊ ഹിസ്റ്റോറിയോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൊടുക്കണം എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയണം കേട്ടോ. അമിന ഗൈഡിന്റെ പേര് എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകമാണ്. ഓക്കെ, ഞാൻ 2.5 വർഷം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ. അപ്പൊ അത് 3 വോളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ പുസ്തകമുള്ള ആൾക്കാർ അതിന്റെ എക്സാം സ്പെസിഫിക് കൃത്യമായിട്ട് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ല എങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആകെ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഫീഡ്ബാക്ക് മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സെഷനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങള് പ്ലീസ്, ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ റിവ്യൂ ആണത്. നിങ്ങൾ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത ആൾക്കാർ എല്ലാവരും, ക്ലാസ് റൂമിലെ സ്റ്റുഡൻസും ഔട്ട്സൈഡിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസും, നിങ്ങൾ പ്ലീസ് ഡു കമന്റ് യുവർ ടുഡേസ് ക്ലാസ് എക്സ്പീരിയൻസ്. എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ എഴുതുമ്പോ ഇപ്പോ ലൈക്ക് നിങ്ങൾ പറയും ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സിംപ്ലി പറയാതെ നിങ്ങൾ ഇന്ന ഒരു ഹിസ്റ്ററിയുടെ UGC നെറ്റിന്റെ ഒരു ടാക്ടിക്സ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്, ദിസ് വാസ് ഹെൽപ്ഫുൾ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ അതും വലിയൊരു സപ്പോർട്ടീവ് കാര്യമാണ്. പിന്നെ ഗൂഗിൾ റിവ്യൂ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സ്റ്റാർ ചെയ്യാൻ വേണ്ടി പറയും നമ്മുടെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ നിങ്ങളുടെ ലേണിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ തന്നിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി ഗിവ് 5 സ്റ്റാർ. ഓക്കെ, ഒരു 5 സ്റ്റാർ തന്നെ തരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ യു കെൻ ആസ്ക് മീ. അത് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനും താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് റൂമിലെ സ്റ്റുഡൻസിന്
ഉടനെ തന്നെ ഒരു മെന്റർഷിപ്പിന്റെ സെഷൻ നമ്മൾ ഈ വീക്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. യു വിൽ ബി അപ്ഡേറ്റഡ്. അങ്ങനെ ചോദിക്കാം അവർക്ക്. അല്ലാത്തവർക്ക് ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ് യു ക്യാൻ ആസ്ക് മീ എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ഹിസ്റ്ററി പ്രിപ്പറേഷൻ ഫോർ യുവർ UGC നെറ്റ് എക്സാമിനേഷൻ. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഗൂഗിൾ റിവ്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണം ഹൗ വാസ് ടുഡേസ് എക്സ്പീരിയൻസ് എന്നുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഷാളൈ വൈൻഡ് അപ്പ് നമ്മൾ ഏകദേശം 1 മണിക്കൂറായി സെഷൻ തുടങ്ങിയിട്ട്. 1 മണിക്കൂർ തന്നെയായിരുന്നു അൾട്ടിമേറ്റ്ലി എന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അക്കിന ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫീസ് നമ്പറുമായിട്ട് ചോദിക്കാം. ഡിപ്പെൻസ്, നിങ്ങൾ ഡിസംബർ സൈക്കിളിലോട്ടാണോ ജൂൺ സൈക്കിളിലോട്ടാണോ നമുക്ക് നോക്കിയിട്ട് ദാറ്റ്സ് അപ് ടു യു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആക്കാം. സോ ഷാളൈ വൈൻഡ് അപ്പ്. Okay, guys, that's all for today. Thank you. Thanks for joining. Thank you. Good night.